വെൽക്കം ടു ടീം ലാംഡ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ബൈനോമിയൽ തിയറം ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ ബൈനോമിയൽ തിയറത്തിന്റെ ഞാൻ ആകെ ഒരു ഇക്വേഷനെ പഠിക്കാനുള്ളൂ. പക്ഷെ അതിൽ നിന്ന് ബാക്കിയുള്ളത് ഉണ്ടാക്കാനുള്ള ഐഡിയ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ജനറൽ ആയിട്ടുള്ള ഒരൊറ്റൊരു ഇക്വേഷൻ ഉള്ളൂ. ദാറ്റ് ഈസ് എ പ്ലസ് ബി ഓൾ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? എൻ സി സീറോ എ റൈസ് ടു എൻ പ്ലസ് എൻ സി വൺ എ റൈസ് ടു എൻ മൈനസ് വൺ അതേപോലെ തന്നെ ബി സ്റ്റാർട്ട് ചെയ്തു പ്ലസ് എൻ സി ടു എ റൈസ് ടു എൻ മൈനസ് ടു ബി സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു എൻ സി എൻ ബി മാത്രം എൻ. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. എ എന്ന് പറഞ്ഞ ആളുടെ വാല്യൂ, അതായത് ഫസ്റ്റ് കിടക്കുന്ന ആളുടെ വാല്യൂ കുറഞ്ഞും രണ്ടാമത് ബി എന്ന് പറയുന്ന ആള് കൂടി വരണം. തിരിച്ചറിയാ ആ രണ്ട് കാര്യങ്ങള്. പിന്നെ അടുത്തത് എന്ന് പറയുന്നത്, ഇപ്പൊ ഇത് തന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വിചാരിക്കും, എൻ സി സീറോ പ്ലസ് എൻ സി വൺ പ്ലസ് എൻ സി ടു പ്ലസ് എക്സെട്ര എൻ സി എൻ മാത്രാന്ന് വിചാരിക്കാം. ഇങ്ങനെയാണെങ്കിൽ നമ്മളപ്പോ എന്ത് ചെയ്യും? അവിടെ നോക്കിയേ, എന്റെ വാല്യൂ ബിന്റെ വാല്യൂ ഇല്ല അല്ലെ? പക്ഷെ എക്ക് ബിക്കും സീറോ ഇട്ട് കൊടുക്കാൻ പറ്റും നമുക്ക്? ഇല്ല. കാരണം എന്താ? സീറോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ടേംസ് സീറോ ആയി പോകൂലെ? അത് വെച്ചില്ല. പിന്നെ എന്താ നമ്മൾ ഇട്ട് കൊടുക്കുക? ആലോചിച്ച് നോക്കിയേ. വൺ അല്ല ഇട്ട് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും വൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ എക്സ്പാൻഷൻ, മുകളിലത്തെ എക്സ്പാൻഷൻ, അതായത് എൻ സി സീറോ എ റൈസ് ടു എൻ പ്ലസ് എൻ സി വൺ എ റൈസ് ടു എൻ മൈനസ് വൺ ബി, ആ എക്സ്പാൻഷന് എക്കും ബിക്കും വൺ ഇട്ട് കൊടുത്താലല്ലേ നമുക്ക് എൻ സി സീറോ പ്ലസ് എൻ സി വൺ പ്ലസ് എൻ സി ടു പ്ലസ് എക്സെട്ര എൻ സി എൻ കിട്ടാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ എക്കും ബിക്കും വൺ അല്ലേ? ദാറ്റ് ഈസ് വൺ പ്ലസ് വൺ ഓൾ റൈസ് ടു എൻ അല്ലെ? എന്ന് പറഞ്ഞാൽ അത് എന്താ? ടു റൈസ് ടു എൻ. അപ്പൊ ഇക്വേഷൻ കിട്ടിയല്ലോ. ടു റൈസ് ടു എൻ എന്ന് പറയുന്നത് എൻ സി സീറോ പ്ലസ് അപ് ടു എക്സെട്ര എൻ സി എൻ ആയിരിക്കണം. രണ്ടാമത്തെ ഇക്വേഷൻ പഠിച്ചില്ലേ? പക്ഷെ ആവശ്യം ഏതിൽ നിന്ന് നമ്മൾ ഏതിൽ നിന്ന് കണ്ടെത്തിയത്? ഒന്നാമത്തേതിൽ നിന്ന്. ഇനി ഒന്നാമത്തേതിൽ നിന്ന് വേറൊരു കാര്യം കൂടി എഴുതി കാണിച്ചു തരാം. ഇപ്പം ജനറൽ ടേം അല്ല, അതിന് മുന്നേ ഒരു കാര്യം കൂടി ഉണ്ട്. ഇതിന്റെ തന്നെ മൈനസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മൈനസ് ബി ഓൾ റൈസ് ടു എൻ. ഇത് എന്ന് പറയുന്നത് ഇങ്ങനെയല്ലേ? എ പ്ലസ് മൈനസ് ബി ഓൾ റൈസ് ടു എൻ അല്ലേ? എന്ന് പറഞ്ഞാൽ നേരത്തെ ഇക്വേഷനിൽ ബിക്ക് പകരം മൈനസ് ബി യൂസ് ചെയ്താൽ പോരെ? അത്രയേ ഉള്ളൂ. അപ്പൊ എൻ സി സീറോ എ റൈസ് ടു എൻ പ്ലസ് എൻ സി വൺ എ റൈസ് ടു എൻ മൈനസ് വൺ ബിക്ക് പകരം മൈനസ് ബി പ്ലസ് എൻ സി ടു എ റൈസ് ടു എൻ മൈനസ് ടു മൈനസ് ബിയുടെ സ്ക്വയർ പ്ലസ് എക്സെട്ര അറ്റത്ത് എത്രയാണെന്ന് അറിയാത്തത് കൊണ്ട് മൈനസ് വൺ ഓൾ റൈസ് ടു എന്നും ബി റൈസ് ടു എന്നുമായി. ഓക്കെ അല്ലേ? ഇതിനകത്ത് വരുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോ ചില ഇടയിലുള്ള ടേമുകളിൽ നെഗറ്റീവ് വരും. അപ്പൊ അതിനെനിക്ക് എൻ സി സീറോ എ റൈസ് ടു എൻ മൈനസ് എൻ സി വൺ, കാരണം നെഗറ്റീവ് ബി ഉണ്ടല്ലോ, അപ്പൊ മൈനസ് ആയി എ റൈസ് ടു എൻ മൈനസ് വൺ ബി. അടുത്തത് വരുമ്പോ മൈനസ് ബിയുടെ സ്ക്വയറാ, അത് പോസിറ്റീവ് ആയി പോയി. അപ്പോഴാണ് നമുക്കത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് നെഗറ്റീവും പോസിറ്റീവ് ആയത്. ബി സ്ക്വയർ പ്ലസ് എക്സെട്ര അടുത്തത് തന്നെ. അപ്പൊ നോക്കിയേ, ബി റൈസ്. ഇപ്പൊ കണ്ടില്ലേ സംഭവന്നത്? നമ്മൾ ഫസ്റ്റത്തെ ഇക്വേഷനിൽ തന്നെയാണ് മൂന്നാമത്തെ ഇക്വേഷൻ ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി, ജനറൽ ടേം ഓഫ് ദ സീക്വൻസ് എഴുതലാണ്. സോറി, സീക്വൻസ് ഇങ്ങോട്ടെ. ജനറൽ ടേം ആണ് ഇതിന്റെ എക്സ്പാൻഷന്റെ എഴുതാൻ പോകുന്നത്. ഇവിടെ നോക്കി ഒന്നാമത്തെ ടേം എന്ന് പറയുമ്പോ എൻ സി സീറോ അല്ലേ? രണ്ടാമത്തെ ടേം എന്ന് പറയുന്നതോ എൻ സി വണ് അല്ലെ? ഒന്ന് കുറവ്. മൂന്നാമത്തെ ടേം എന്ന് പറയുമ്പോഴോ എൻ സി ടു എന്ന് പറഞ്ഞാൽ ഒന്ന് കുറവ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇപ്പം ടി ആർ പ്ലസ് വൺത്ത് ടേം എഴുതിക്കൂടെ? എനിക്ക് ആർ പ്ലസ് വൺത്ത് ടേം എന്ന് പറയുമ്പോ ഏതൊക്കെ വരാ? എൻ സി ആർ ആണ് വരിക അല്ലെ? ശരിയല്ല? കാരണം ഒന്ന് കുറവ്, ആ ഒരു ഐഡിയ. അപ്പൊ ഞാനിപ്പോ തേർഡ് ടേം എടുക്കാന്ന് വിചാരിക്കാം. തേർഡ് ടേം എടുക്കുമ്പോ നോക്കിയാൽ എൻ സി ടു, ആ ടൂവിന് പകരം ആറല്ലേ കിടക്കണേ? അപ്പൊ ടൂവിന് പകരമുള്ളടത്തൊക്കെ ആറ് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ എന്താ വരാ? എ റൈസ് ടു എൻ മൈനസ് ടൂവിന് പകരം ആറ് ആൻഡ് ബി റൈസ് ടു ടൂവിന് പകരം ആറ്. കണ്ട, ജനറൽ ടേം ആയി. അപ്പോഴപ്ലൈ ചെയ്തേതാ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റത്തെ ഒരു ഇക്വേഷൻ മാത്രമാണ് ഇതിൽ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ബാക്കി ഞാൻ മൂന്നെണ്ണം ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുത്തതാ. ക്ലിയർ ആയില്ലേ? ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇതിന്റെ തന്നെ പല രീതിയിൽ ആണ് നമ്മൾ ഇതിന്റെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ തിയറി പാർട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാൻ കേട്ടാ. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവല്ലേ? എന്താ പറഞ്ഞേക്കണേ? ഇഫ് ദ പീത്ത് ടേം കണ്ടുപിടിക്കലല്ലേ? അപ്പൊ നമ്മളുടെ ജനറൽ ടേം ആണ്. ജനറൽ ടേമിന്റെ എക്സ്പാൻഷൻ നമ്മൾ ഇപ്പൊ എഴുതിണ്ടായിരുന്നു ടി ആർ പ്ലസ് വൺ. അത് തന്നെ നമുക്ക് ഇവിടെ എഴുതാം. എന്തായിരുന്നു ടി ആർ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ ടി ആർ പ്ലസ് വൺ ഈക്വൽ ടു എൻ സി ആർ അല്ലേ? ഇവിടെ എന്നിന് പകരം എത്രയാ? 12 സി ആർ. അത് അങ്ങനെ തന്നെ എഴുതി. ഇനി എ റൈസ് ടു എൻ മൈനസ് ആർ, ആറ്. എക്ക് പകരം എന്താണ് ഇവിടെ എടുക്കുന്നത്? എക്സ് റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എൻ മൈനസ് ആറ് അല്ലെ? എ റൈസ് ടു 4 റൈസ് ടു എൻ മൈനസ് ആർ എന്ന് പറയുമ്പോൾ എന്നിന് പകരം 12 ഇട്ട് കൊടുക്കുക. 12 മൈനസ് ആർ. ഇനി ബിക്ക് പകരം മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ഇട്ട് കൊടുക്കൂ.
ഓൾ റൈസ് ടു എന്തെന്നാ 6 വരും. ഓക്കെ അല്ലേ? ഇതിന് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് എന്നല്ലേ പറഞ്ഞേക്കണേ? എന്ന് പറഞ്ഞാൽ എക്സിന്റെ പവർ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർക്ക് ഒന്ന് ഭംഗിയാക്കി എഴുതാം. എന്താണ് 12 CR, അതേപോലെ -1 റൈസ് ടു 6. അത് ഏതാണെന്നറിയോ? -1/x -1 ആണ്. ബാക്കി എക്സ് റൈസ് ടു 12 × 4 48 -4R, അതേപോലെ എക്സ് റൈസ് ടു -2R. അതെങ്ങനെയാ വന്നേ? ഡിനോമിനേറ്ററിൽ കിടക്കുന്ന x² മുകളിലേക്ക് വന്നപ്പോ -2R ആയതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12CR -1 റൈസ് ടു R. ഇവിടെയോ എക്സ് റൈസ് ടു 48 മൈനസ് പവർ ആഡ് ചെയ്യല്ലേ ചെയ്യാം നമ്മള് -6R. നമുക്ക് എന്താ വേണ്ട? ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആണ് അല്ലെ? ദാറ്റ് മീൻസ് എക്സിന്റെ പവർ 0 ആയിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 - 6R = 0 അല്ലേ? എന്ന് പറഞ്ഞാൽ R = 48 / 6. എത്ര കിട്ടി നമുക്ക്? 8 കിട്ടി അല്ലെ? ആറിന്റെ വാല്യൂ 8 എങ്കിൽ എത്രാമത്തെ ടേം ആണത്? 9ാമത്തെ ടേം ആണ്. സോ ദ ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് ദ കോഎഫിഷ്യന്റ് ഓഫ് x² ആൻഡ് x³ ഇൻ ദ എക്സ്പാൻഷൻ അല്ലെ? ഓക്കെ, അപ്പോഴും കോഎഫിഷ്യന്റ് അല്ലേ വേണ്ട? ജനറൽ ടേം നമുക്ക് എഴുതാലോ. ജനറൽ ടേം എന്ന് പറയുമ്പോൾ TR+1 അല്ലേ? TR+1 ഈസ് ഈക്വൽ ടു എക്ക് പകരം അല്ലെ NCR അല്ലേ? എന്നിന് പകരം എന്താണ്? 11 അല്ലെ? 11CR A റൈസ് ടു 5 റൈസ് ടു 11 - R അല്ലേ? ദാറ്റ് ഈസ് 11 - R ആൻഡ് ബിക്ക് പകരം എന്ത് കൊടുക്കുക? KX റൈസ് ടു R കൊടുത്തു. ഇനി ഇതൊന്ന് ഇതാക്കി എടുക്കുമ്പോ 11 ഒന്ന് ഭംഗിയാക്കി എടുക്കാം. അതെങ്ങനെ വരാ? 11CR 5 റൈസ് ടു 11 - R, പിന്നെ K റൈസ് ടു R സെപ്പറേറ്റ് ചെയ്തു, അതേപോലെ എക്സ് റൈസ് ടു R. വേണ്ടത് എന്തെന്നാ പറഞ്ഞിരിക്കുന്നത്? എന്താ? x² x³ എക്സ്പാൻഷൻ സെയിം ആണ് എന്ന് പറഞ്ഞാൽ R = 2 ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് x² കിട്ടും. ബാക്കി അതിന്റെ കോഎഫിഷ്യന്റ് ആയി. പിന്നെ R = 3 ഇട്ട് കൊടുക്കുക. അത് രണ്ട് ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞേക്കണേ? അപ്പൊ ഞാൻ അത് R = 2 ഇട്ട് കൊടുക്കാണേ. അപ്പൊ 11C2 then 5 റൈസ് ടു 11 - 2 എത്രയാ? 9. പിന്നെ K ഉണ്ട് അല്ലേ? K റൈസ് ടു R പകരം എന്തിട്ട് കൊടുക്കുക? 2 ഇട്ട് കൊടുക്കുക. ഇറ്റ് ഈസ് ഈക്വൽ. കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എക്സിന് ഉപയോഗിക്കാത്ത. അടുത്തത് വരുമ്പോ 3 ഇട്ട് കൊടുക്കുക. 11C2 5 റൈസ് ടു 8 K³ K അല്ലേ കണ്ടുപിടിക്കണ്ടേ? ബാക്കിയുള്ളവരൊക്കെ പുറത്തേക്ക് എടുക്കുക. 11C2 അതേപോലെ 5 റൈസ് ടു 9 ഉണ്ട് ഡിവൈഡഡ് ബൈ 11 സോറി ഇവിടെ 3 ആണ്. 11C3 പിന്നെ 5 റൈസ് ടു 8 ഈക്വൽ ടു K³ ഡിവൈഡഡ് ബൈ K². K³ ഡിവൈഡഡ് ബൈ K² K ആണ് അല്ലെ? അപ്പൊ ലെഫ്റ്റ് സൈഡ് എനിക്ക് സിംപ്ലിഫൈ ചെയ്ത് കൊടുത്താൽ പോലെ K = എന്ത്? ലെഫ്റ്റ് സൈഡ് സിംപ്ലിഫൈ ചെയ്താൽ മതി അല്ലെ? എന്നാ 5 ഒന്ന് ക്യാൻസൽ ആയപ്പോ ബാക്കി അവിടെ 5 മാത്രമേ ഉള്ളൂ. 11C2 എന്ന് പറയുന്നത് എന്താ വരുന്നത്? 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 11 - 2 എന്ന് പറയുന്നത് 9 ഫാക്ടോറിയൽ × 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ വരും 8 ഫാക്ടോറിയൽ വരും. ഓക്കെ, 11 ക്യാൻസൽ ചെയ്യാലോ. എന്നാണ് 5 × തലതിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 8 ഫാക്ടോറിയൽ × 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 9 ഫാക്ടോറിയൽ × 2 ഫാക്ടോറിയൽ. അവിടെ നോക്കിയേ, അതില് എനിക്ക് ഇതിനെ വന്നിട്ട് 5 × ആ 8 ഫാക്ടോറിയൽ കഴിഞ്ഞ് താഴെ എടുക്കുന്ന 9 ഇല്ലേ? അപ്പൊ 9ന് 9 ഫാക്ടോറിയലിന് എനിക്ക് എങ്ങനെ എഴുതാം? 9 × 8 ഫാക്ടോറിയൽ എഴുതി കൂടെ? അപ്പൊ 2 കട്ടായി പോയില്ലേ? 1/9 ആയില്ലേ? ഇൻറ്റു 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. അപ്പൊ 3 ഫാക്ടോറിയലിന് എനിക്ക് 3 × 2 ഫാക്ടോറിയൽ എഴുതാലോ. അത് ക്യാൻസൽ ചെയ്ത് ബാക്കി 3 മാത്രമായി. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ദിസ് ഈസ് ഈക്വൽ ടു 5/3. അപ്പൊ നമുക്ക് ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ സി ഇസ് ദ ആൻസർ. നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താ പറഞ്ഞേക്കണ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? NC5 ലെസ് ദാൻ N-1C5 പ്ലസ് N-1C6 അല്ലേ? അപ്പൊ അതിൽ ആദ്യം ഈ റൈറ്റ് സൈഡ് വരുന്ന സാധനം അല്ലേ? അതൊന്നും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അതിന് നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഞാൻ എഴുതി തരാം. ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: N-1CR-1 പ്ലസ് N-1CR is equal to NCR. ഇത് കമ്പയർ ചെയ്ത് നിങ്ങൾ, അതായത് 5ഉം 6ഉം അല്ലേ കിടക്കണെന്ന് പറഞ്ഞാൽ ഒരു 6 ഒന്ന് കുറവല്ല കിടക്കുന്നത്. അപ്പൊ നോക്കി ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇത് 5ഉം ഇത് 6ഉം അല്ലേ നമുക്ക് വരിക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ പ്രകാരം നമുക്ക് ഈ റൈറ്റ് സൈഡ് കിടക്കുന്ന സംഭവത്തിനെ NC6 എന്ന് എഴുതാലോ. ദാറ്റ് ഈസ് NC5 ഈസ് ലെസ് ദാൻ NC6 എന്ന് കിട്ടിയില്ലേ? എന്തായിരുന്നു അതിന്റെ ഇക്വേഷൻ? NC5 n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ N-5 ഫാക്ടോറിയൽ into 5 ഫാക്ടോറിയൽ which is less than n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ N-6 ഫാക്ടോറിയൽ into
സിക്സ് ഫാക്ടോറിയൽ. n ഫാക്ടോറിയൽ കട്ട് ചെയ്യൂ. അപ്പൊ എന്താ വരിക? n ഫാക്ടോറിയൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഞാൻ ആ സിക്സ് ഫാക്ടോറിയൽ ഇപ്പുറത്തേക്ക് എടുക്കാൻ പോവാണേ. സിക്സ് ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഫൈവ് ഫാക്ടോറിയലും വിച്ച് ഇസ് ലെസ് ദാൻ n മൈനസ് ഫൈവ് ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് സിക്സ് ഫാക്ടോറിയൽ എന്നാക്കിട്ടാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, മുകളില് എനിക്ക് n മൈനസ് ഫൈവ് മാത്രമായില്ലേ? ദാറ്റ് ദിസ് ഇംപ്ലൈസ് ഈ റൈറ്റ് സൈഡ് കേട്ടാ n മൈനസ് ഫൈവ് ഫാക്ടോറിയൽ എനിക്ക് n മൈനസ് ഫൈവ് ഇൻറ്റു n മൈനസ് സിക്സ് ഫാക്ടോറിയൽ എഴുതാം. ദാറ്റ് ഈസ് n മൈനസ് ഫൈവ് ഈസ് ഗ്രേറ്റർ ദാൻ. സിമിലർലി അപ്പുറത്ത് എന്താ? സിക്സ് ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം? സിക്സ് ഇൻറ്റു ഫൈവ് ഫാക്ടോറിയൽ. ഫൈവ് ഫാക്ടോറിയൽ കട്ട് ചെയ്യൂ, സിക്സ് ആയില്ലേ? n ഈസ് ഗ്രേറ്റർ ദാൻ എത്രയാവണം? 11 ആവണം. n ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 11 ആവണത് ഏതാ? ഓപ്ഷൻ ഡി 12 മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലെ. അടുത്ത ക്വസ്റ്റ്യനിലെ n ന് പകരം ഇവിടെ r ആണ്. നമുക്കൊന്ന് എക്സ്പാൻഷൻ നടത്തിയാലോ? അതായത് സിഗ്മ r ഈക്വൽ ടു 0 ടു n NCR 6 റൈസ് ടു r. ഒന്ന് എക്സ്പാൻഷൻ നടത്തിയാൽ എന്താ വരിക? ഇതിന്റെ അർത്ഥം എന്താ? സിഗ്മ എന്ന് പറയുന്നത് ഇങ്ങനെ പ്ലസ് ഇട്ട് ആഡ് ചെയ്ത് പോണെങ്കിലാണ് നമ്മൾ സിഗ്മ ഇട്ട് കൊടുക്കണേ. ആറിന്റെ വാല്യൂലാണ് വേരിയേഷൻ ഉള്ളത് എന്ന് പറഞ്ഞാൽ അത് എന്താ വരിക? ആദ്യം 0 തൊട്ടല്ലേ തുടങ്ങണേ? NC0 6 റൈസ് ടു 0 പ്ലസ് NC1 6 റൈസ് ടു NC1 6 റൈസ് ടു 1 അതേപോലെ പ്ലസ് എക്സെട്ര NCN 6 റൈസ് ടു n അല്ലേ? ഇവിടെ നോക്കിയേ, സിക്സിന്റെ വാല്യൂ ആഡ് ചെയ്തല്ലേ പോണേ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം. എന്താ? a പ്ലസ് ബി ഓൾ റൈസ് ടു n അല്ലേ? എന്റെ വാല്യൂ കുറഞ്ഞു ബിന്റെ വാല്യൂ കൂടിയല്ലേ വരണേ. അപ്പൊ ഈ 6 എന്ന് പറയുന്നത് എന്റെ പ്ലേസിലാണോ എഴുതാ ബിന്റെ പ്ലേസിലാണോ എഴുതാ? ബിന്റെ പ്ലേസിൽ അല്ലേ? ഇനി പവർ n തന്നെയാണ്, അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്റെ പ്ലേസിലുള്ള ആരും ഇവിടെ കാണാനില്ലല്ലോ. ആരില്ലാത്തത് കൊണ്ട് എനിക്ക് അതിനെ എങ്ങനെ എഴുതാം? 1 പ്ലസ് 6 എന്ന് എഴുതാം അല്ലെ? ശരിയല്ലേ? 1 പ്ലസ് 6 ഓൾ റൈസ് ടു n. അതാ n വരെ കണ്ടപ്പോ തിരിച്ചറിയാം കേട്ടോ. This is equal to 7 raised to n എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി is the answer. എക്സ്പാൻഷൻ ഒന്ന് നോക്കി നോക്കാം അല്ലെ. ടി ആർ പ്ലസ് വണ്ണിന്റെ, അതായത് ടി ആർ പ്ലസ് വൺ എന്ന് പറയുന്നത് എന്താണ്? NCR. നേരത്തെ നമ്മൾ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. ഇക്വേഷൻ ഞാൻ വീണ്ടും ഇവിടെ എഴുതുന്നില്ല കേട്ടോ. NCR എന്ന് പറയുമ്പോൾ 18CR പിന്നെ 1 റൈസ് ടു, അതായത് a റൈസ് ടു n മൈനസ് r ആയിരുന്നു. അപ്പൊ ഇവിടെ 1 ആയിരുന്നു. 1 റൈസ് ടു 18 മൈനസ് r. 1 എഴുതേണ്ട ആവശ്യം പോലും ഇല്ല നമുക്ക്. ദെൻ b റൈസ് ടു r. ഇത്രയല്ലേ ഉണ്ടായിരുന്നത്? അപ്പൊ അതിനകത്ത് ഇത്രയുള്ള പരിപാടി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരൊക്കെ കോഎഫിഷ്യന്റ് വേണ്ടത്? കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2r പ്ലസ് 1th ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ r പ്ലസ് 1ന് പകരം 2r പ്ലസ് 1 നമ്മൾ ഇട്ട് കൊടുക്കണം. 2r പ്ലസ് 5 നമ്മൾ ഇട്ട് കൊടുക്കണം. ഓക്കെ അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ആറിന് പകരം 2r പ്ലസ് 1 ഇട്ട് കൊടുക്കണം എന്ന് പറയുമ്പോൾ രണ്ട് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1 തന്നെ കേട്ടാ. ഇതിന്റെ ആവശ്യമില്ല നമുക്കിനി. അപ്പൊ ഇത് ആക്ച്വലി 18CR x റൈസ് ടു r. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ എക്സ് റൈസ് ടു 2ന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18C2. എക്സ് റൈസ് ടു 3ന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18C3. അങ്ങനെ ആറിന്റെ വാല്യൂ. അപ്പൊ ഇവിടെ r പ്ലസ് 1 ആണ് നമുക്ക് എന്ത്? r പ്ലസ് 1 ആണ് 2r പ്ലസ് 1 2r പ്ലസ് 5 ആകാൻ പോണേ. അപ്പൊ r എന്ന് പറയുമ്പോ അവിടെ നിങ്ങട് നമുക്ക് എന്തെന്ന് കൊടുത്താൽ മതി? 2r പ്ലസ് 4 ഇട്ട് കൊടുത്താൽ പോരെ. അപ്പൊ കോഎഫിഷ്യന്റുകൾ ആയിരിക്കും സെയിം എന്ന് പറയുന്നത് 18C2r പ്ലസ് 4. പിന്നെ ഏത് ടേം പറഞ്ഞേക്കണ ചോദ്യത്തിനകത്ത്? ആർത്ത് ടേം അല്ലെ? ആർത്ത് ടേം എന്ന് പറയുമ്പോ 18CR മൈനസ് 1. അതായത് ആ ടേമിനേക്കാളും ഒന്ന് കുറവ് വേണം നമ്മൾ അവിടെ ഇട്ട് കൊടുക്കാനുള്ളൂ കേട്ടാ. അത് ഇനി നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് NCR-ഉം NCN മൈനസ് ആറും ആണ് ഈക്വൽ. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ NC5-ഉം NC8-ഉം ഈക്വൽ ആണ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ദെൻ n ഈക്വൽ ടു 5 പ്ലസ് 8 13 എന്ന് ഒറ്റയടിക്ക് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പൊ അതേ ഐഡിയ തന്നെ ഇവിടെ വന്നേക്കണേ. അതേ ഐഡിയ തന്നെ ഇവിടെ അപ്ലൈ ചെയ്യൂ. ദാറ്റ് ഈസ് 2r പ്ലസ് 4 പ്ലസ് r മൈനസ് 1 ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 18 കിട്ടും. സെയിം പരിപാടി അല്ലേ? 2r പ്ലസ് r എന്താണ്? 3r പ്ലസ് 3 ഈക്വൽ ടു 18. ഞാൻ ആ 3 ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഡിവൈഡ് കൊടുത്തു. അല്ലെങ്കിൽ 3r ഈസ് ഈക്വൽ ടു എന്താ 18 മൈനസ് 3 ഈസ് ഈക്വൽ ടു 15 കിട്ടി. ആൻഡ് ദെൻ r ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 5 കിട്ടി. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ 5. ിലേക്ക് പോവാം. ദ കോഎഫിഷ്യന്റ് ഓഫ് x റൈസ് ടു 6 y റൈസ് ടു 5 ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് x മൈനസ് y ഓൾ റൈസ് ടു 11 അല്ലെ? അപ്പൊ അവിടെ വരുമ്പോ എന്ത് സംഭവിക്കുന്നത്? നമ്മള് എക്സ്പാൻഷൻ ഇതാണ് TR പ്ലസ് 1 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതെന്താണ്? x മൈനസ് ആണ് കേട്ടോ അവിടെ. അപ്പൊ ബിക്ക് പകരം മൈനസ് ബി ഉപയോഗിക്കേണ്ടി വരും.
അപ്പൊ ഇതെന്തായി നമുക്ക് ഈക്വൽ ടു NCR 11CR x റൈസ് ടു n മൈനസ് ആർ ആൻഡ് വൈക്ക് പകരം മൈനസ് y റൈസ് ടു r. ഓക്കെ അല്ലേ? ദെൻ ദിസ് ഇസ് ഈക്വൽ ടു 11CR. ആ ഒരു നെഗറ്റീവ് വണ്ണും ഞാൻ ഇങ്ങോട്ട് ആർ എടുത്തു. അതുപോലെ എക്സ് റൈസ് ടു 11 മൈനസ് ആറും y റൈസ് ടു ആറും അത് അങ്ങനെ തന്നെ എടുത്തു കേട്ടോ. ഇനി ഏതാരൊക്കെയാ? എക്സ് റൈസ് ടു 6ഉം അതേപോലെ y റൈസ് ടു 5 അല്ലേ വേണ്ടത്. ഒന്ന് കമ്പയർ ചെയ്തേ. ആർ ഈക്വൽ ടു എത്രയാണ്? വൈന്റെ പവർ എന്തോ അത് വേണം അല്ലേ? സോ ആർ ഈക്വൽ ടു 5 എന്ന് കിട്ടിയില്ലേ? അതിട്ട് കൊടുക്കാം നമുക്ക്. 11C5 നെഗറ്റീവ് 1 റൈസ് ടു 5 എക്സ് റൈസ് ടു 11 മൈനസ് 5 6 y റൈസ് ടു 5. ഈ പറഞ്ഞ സാധനം കിട്ടിയില്ലേ? എക്സ് റൈസ് ടു 6 y റൈസ് ടു 5. അതിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഇതല്ലേ? നെഗറ്റീവ് 1 റൈസ് ടു 5 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് തന്നെയല്ലേ? അപ്പൊ നെഗറ്റീവ് 11C5 ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. സെവൻത് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? എക്സ്പാൻഷൻ ഓഫ് 11 മൈനസ് 6 എക്സ് റൈസ് ടു 5/2 അല്ലെ? 5/2 ആയിട്ടുള്ള ഒരു ഫ്രാക്ഷനെ നമ്മൾ ചെയ്തിട്ടില്ലല്ലോ. നമുക്കത് n എന്ന് പറയുന്നത് ഒരു ഇന്റീജർ അല്ലേ ഉണ്ടാവണത്. അപ്പൊ അങ്ങനെയാണെങ്കിലേ ഇതിന് നമുക്ക് എന്താ എക്സ്പാൻഷൻ ഓഫ് ഈ സാധനം വേണം ഇൻ ടേംസ് ഓഫ് പവർ ഓഫ് എക്സ് ഈസ് വാല്യൂ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. The expansion of 11 minus 6x raised to 5/2 in terms of power of x is valid if. ഇത് എപ്പോഴാണ് എക്സിന്റെ വാല്യൂ എന്ത് ഇട്ട് കൊടുത്താലാണ് ഈ എക്സ്പാൻഷൻ വാലിഡ് ആവാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ 11 അല്ല എടുക്കുന്ന നമ്പർ. ഇതിനെ 11 5/2 ഒന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കാലോ. പുറത്തേക്ക് എടുത്താൽ എന്തുണ്ടാവുക? 1 മൈനസ് അവിടെ എന്താ ഉള്ളത്? നമുക്ക് 6x അല്ലേ? അപ്പൊ 6/11 പുറത്തെടുത്തോണ്ട് അവിടെ 11 ഇല്ലാത്തതുകൊണ്ട് 6/11 എടുക്കുന്നു. എക്സ് എടുക്കുന്നു. പവർ 5/2. ഇങ്ങനെ എക്സ്പാൻഷൻ വന്നാൽ ഇത് വാലിഡ് ആവുന്നത് എപ്പോഴാ? ഈ വാല്യൂ അതായത് 6/11 എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1നേക്കാളും ചെറുതാകണം. ശരിയല്ലേ? അതായത് ഇവിടെ മൈനസും കൂടി ആയതുകൊണ്ട് ഞാൻ മൈനസ് അടക്കം എടുക്കുന്നു കേട്ടാ. ഇത് വാലിഡ് ആകുന്നത് ഈസ് വാലിഡ്. പ്ലസ് ആയിരുന്നുണ്ടെങ്കിൽ 6/11 മാത്രം എടുത്താൽ മതിയായിരുന്നു. ഇതിപ്പോ 6/11 മൊത്തം ക്വാണ്ടിറ്റി നമുക്ക് നെഗറ്റീവ് മോഡുലസ് ഓഫ് അതായത് 6/11 എക്സ് എന്ന് പറയുന്ന സംഗതിയുടെ മോഡുലസ് നമുക്ക് എന്താവണം? ലെസ് ദാൻ 1 ആകണം. എന്നാലല്ലേ ഈ എക്സ്പാൻഷൻ നമുക്ക് വാലിഡ് ആകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി അവിടെ നിന്ന്? മോഡുലസ് ഓഫ് എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ 11/6. അത് ഇങ്ങനെ തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് അത്രേ ഉള്ളൂ കേട്ടോ. മോഡുലസ് ഓഫ് എക്സ് എപ്പോഴാണ്? ലെസ് ദാൻ 11/6 അല്ലേ? എന്ന് പറഞ്ഞാൽ അത് ഏതാ? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ദ കോഎഫിഷ്യന്റ് ഓഫ് വീണ്ടും ചിലത് നമുക്കുണ്ടല്ലോ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ട്. പറഞ്ഞുതരാം എന്താന്നുള്ളത്. The coefficient of 3 x raised to 399 in the expansion of ഈ സംഭവം അല്ലെ? എന്തായാലും ഇത് എക്സ്പാൻഡ് ചെയ്തിരിക്കാൻ നമുക്ക് നേരമൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. പക്ഷെ ഇങ്ങനെ കുഞ്ഞൊരു കേസ് ഞാൻ വെച്ച് പറഞ്ഞു തരാം. എന്നിട്ട് അത് നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യാൻ നോക്ക്. രണ്ടെണ്ണമുള്ള കേസാന്ന് വിചാരിക്കേ. അതായത് ഇതിന്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം കിട്ടുന്ന ഉത്തരം കേട്ടാ. അപ്പോ രണ്ടെണ്ണത്തിന്റെ കേസിൽ ഞാൻ എടുക്കാം. അതായത് x-1 ഇൻറ്റു x-2 എടുത്തു എന്ന് വിചാരിക്കും. എങ്കിൽ ഇതിന്റെ എക്സ്പാൻഷൻ എങ്ങനെയാ വരുന്നത്? x² മൈനസ് 2x മൈനസ് x പ്ലസ് 2 ദാറ്റ് ഈസ് x² മൈനസ് 3x പ്ലസ് 2. ഇതല്ലേ ഇതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മളെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ പഠിക്കും 10ാം ക്ലാസ്സിലത്തെ ആ ലെവലുള്ളൂ ഇതിനകത്ത്. അതല്ലാണ്ട് വേറെ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇച്ചിരി നമ്പർ അധികം ഉണ്ടെന്നുള്ളൂ. അപ്പൊ എപ്പോഴും കേട്ടാ ഇതെല്ലാ കേസിലും ഇത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. ആദ്യത്തെ 2 ടേമിന്റെ കാര്യം, അതേപോലെ അവസാനത്തെ കോൺസ്റ്റന്റിന്റെ കാര്യം കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. അതിന്റെ ഇടയിലുള്ള ടേമിനാണ് വ്യത്യാസം വരിക. ഇതിപ്പോ ഫസ്റ്റ് ടേം x² അത് മോണിക് പോളിനോമിയൽ ദാറ്റ് ഈസ് x²ന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. ബാക്കി കിട്ടിയ -3 എങ്ങനെയാ കിട്ടിയേക്കണേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് തന്നിരിക്കുന്ന -1ഉം -2ഉം ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് -3 ഇവർക്ക് കിട്ടിയിരിക്കുന്നത്? ആ 2 ടേമും നമ്മൾ എന്ത് ചെയ്തേക്കാ? ആഡ് ചെയ്ത് വെച്ചേക്കാണ് അല്ലെ? അത് ഉറപ്പാണ് കേട്ടാ. അത് എല്ലാത്തിന്റെയും കാര്യത്തിൽ അങ്ങനെ തന്നെ. അത് എത്ര പവർ വലുതായാലും ഇതേ ഐറ്റം തന്നെയാണ്. ഏറ്റവും ഫസ്റ്റ് ടേം അതായത് ഏറ്റവും x⁻n ആ പവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കണം ആ പവർ ഉണ്ടാവൂലേ? ഇപ്പൊ ഇവിടുത്തെ കേസ് ആണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 400 ടേംസ് ഇല്ലേ? അപ്പൊ ഏറ്റവും ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് x⁻400 അല്ലേ? എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ടേം എന്ന് പറയുന്നത് എന്തെന്നാണ്? അതിന്റെ അതായത് ഏറ്റവും ഹയസ്റ്റ് ടേം x⁻400ഉം
പിന്നെ അടുത്തത് ഇവരൊക്കെ മൈനസ് ആയതുകൊണ്ട് ഞാൻ നെഗറ്റീവ് എടുത്തു. എന്നിട്ട് വരുന്ന ടേം എങ്ങനെയാണ്? എല്ലാവരും ആഡ് ചെയ്യാം അല്ലെ? എന്താണ് 1 + 2 + 3 + എക്സെട്ര അപ് ടു 400 വരെ ആഡ് ചെയ്യാം. എന്നിട്ട് x⁻³ ആണ്. ബാക്കിയുള്ള കാര്യം നമുക്ക് ഇവിടെ ഉറപ്പില്ല. അത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ ഏറ്റവും ഫസ്റ്റ് ടേം കഴിഞ്ഞു വരുന്ന ടേം, അതായത് തൊട്ട് താഴെയുള്ള പവർ എന്ന് പറയുന്നത് അതിന്റെ ഈ നമ്പേഴ്സ് ഒക്കെ കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ ലാസ്റ്റ് ടേം, അതായത് എക്സ് ഇല്ലാത്ത ടേം എന്ന് പറയുന്നത് ഈ നമ്പറൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതായിരിക്കും. അതായത് 1 × 2 × 3 × 4 × 5 എക്സെട്ര അപ് ടു 400. അതാണ് കോൺസ്റ്റന്റ് ടേമും വരിക കേട്ടോ. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിനെ കുറിച്ച് കൺഫേം ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ 1 + 2 + 3 അപ് ടു 400 നമുക്ക് സമ്മ് ചെയ്യാൻ അറിയാലോ. എന്തായിരുന്നു സം ഇൻഡിക്കേഷൻ? നാച്ചുറൽ നമ്പർ അപ് ടു 400 അല്ലേ? നാച്ചുറൽ നമ്പറിന്റെ സം അപ് ടു 400 ഇക്വേഷൻ എന്താ? n × n + 1/2 അല്ലെ? n ന്റെ പകരം 400 ഉപയോഗിക്കുക. എന്ന് പറഞ്ഞാൽ 400 × 401 ഡിവൈഡഡ് ബൈ, അതായത് 400 × 401 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്ക് എന്ത് കിട്ടി? പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഈ ഫ്രണ്ടിൽ എടുക്കുന്ന നെഗറ്റീവ് ഉണ്ട്. ഞാൻ സമ്മ് മാത്രം എഴുതുന്നതാണ് കേട്ടോ. അപ്പൊ 80200. ഇതാണ് ഇതിന്റെ ആൻസർ വരുന്നത്. പക്ഷെ കോഎഫിഷ്യന്റ് അല്ലേ വെച്ചേക്കണം. അപ്പൊ നെഗറ്റീവ് അടക്കം വരുമ്പോ എന്ത് വരും? -80200 നമുക്ക് കിട്ടും. അപ്പൊ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? 9th പ്രോബ്ലത്തിലേക്ക് പോവാം. From a collection of 2n + 1 distinct objects. അപ്പൊ 2n + 1 distinct objects ഉണ്ട്. A person is permitted to select at least one and at most n object. ഒരെണ്ണമെങ്കിലും എടുക്കണം, എണ്ണമെേ എടുക്കാൻ പാടുള്ളൂ. ശരിയല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? If the total number of selection is 1, 0, 2, 3. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും ആൾ എടുക്കണ്ടേ ഈ 2n + 1 ന്ന്? അങ്ങനെയാണെങ്കിൽ 2n + 1 ന്ന് ആദ്യം ഒരെണ്ണം എടുക്കണം അല്ലെ? അറ്റ്ലീസ്റ്റ് 1 അല്ല പറഞ്ഞേക്കണേ. പ്ലസ് 2, അതൊരു കേസ് ഉണ്ട്. അല്ലെങ്കിൽ അടുത്ത കേസ് എന്താ? 2n + 1 C2 എടുക്കാം. അപ് ടു ആൾക്ക് എത്ര വരെ എടുക്കാൻ പാടുള്ളൂ? 2n + 1 Cn വരെ എടുക്കാൻ പാടുള്ളൂ. അതിന്റെ ആൻസർ എന്നോണം അവിടെ തന്നിട്ടുണ്ട്. അത് എത്രയാണ്? അതെന്ന് പറയുന്നത് 1023, അതായത് 1023, 1023 അവിടെ തന്നിട്ടുണ്ട്. ശരിയല്ലേ? ഓക്കെ അല്ലേ? ഇനി ഇതില് നമുക്ക് ഈ 2n + 1 C1, 2n + 1 C2, 2n + 1 C1 എന്ന് പറയുന്നതിന് ഇങ്ങനെയും കൂടി ചെയ്തുകൂടെ? ഈ എനിക്ക് ഒരാളുടെ കുറവല്ലേ ഇവിടെ ഉള്ള? ആക്ച്വലി സീറോന്റെ ഒരു കുറവല്ലേ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് സൈഡിൽ അത് കൊടുക്കാൻ പോവാ. അതായത് 2n + 1 C സീറോയിൽ നിന്ന് തുടങ്ങാൻ പോവാ ഞാൻ. പ്ലസ് 2n + 1 C1 ബാക്കി തന്നെ പ്ലസ് 2n + 1 Cn എന്ന് എഴുതി. അപ്പുറത്തെ സൈഡ് ലെഫ്റ്റ് സൈഡ് ഞാൻ ആഡ് ചെയ്തതുകൊണ്ട് റൈറ്റ് സൈഡിലും 2n + 1 C0 പ്ലസ് 1023. കറക്റ്റ് അല്ലേ? അതായത് ഈ തന്നിരിക്കുന്ന സാധനത്തിന്റെ രണ്ട് സൈഡും ഞാൻ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ആരെ വെച്ചിട്ട്? 1023, സോറി 2n + 1 C0 എന്ന് പറയുന്ന ടേം രണ്ട് സൈഡിലും ആഡ് ചെയ്ത് കൊടുത്തു. ക്ലിയർ അല്ലേ? അതിലെ ഈ ലെഫ്റ്റ് സൈഡിലത്തെ സാധനം എന്താന്ന് നോക്കിയാൽ നിങ്ങള്, ഞാൻ നേരത്തെ തൊട്ട് മുന്നത്തേലും ഒരു സാധനം എഴുതിണ്ടായിരുന്നു. NC0 + NC1 + NC2 + NC3. അങ്ങനെയാണെങ്കിൽ അത് 2n അല്ലായിരുന്നേ? 2n ആയിരുന്നല്ലോ ആ ടേംസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്താ പ്രത്യേകത ഉള്ളത്? n പകരം 2n + 1 എടുക്കണം. പക്ഷെ ഇത് കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാ? ഈ n പകരം, അതായത് ഈ താഴത്ത് കിടക്കുന്ന n പകരം 2n + 1 വന്നാലേ അത് 2n ആവുള്ളൂ. I mean 2n + 1 ആവുള്ളൂ. ഓക്കെ അല്ലേ? കംപ്ലീറ്റ് ആയാലാണ് അതായത് എന്തായിരുന്നു ഇക്വേഷൻ എന്ന് പറയുന്നത്? NC0 + NC1 + എത്ര മുകളിൽ എന്താണോ അത് തന്നെ താഴത്തും വന്നാലേ നമുക്ക് അതിനെ 2 പവർ ആ പവർ എന്ന് എഴുതാൻ പറ്റും. 2 പവർ n എന്ന് എഴുതാൻ പറ്റും. ഇവിടെ അങ്ങനെയല്ലല്ലോ കിടക്കുന്നത്, അതിന്റെ ഹാഫ് അല്ലേ ഉള്ളൂ. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ടേംസ് എന്തായി? ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 2 തന്നെയാണ്, 2n + 1 തന്നെയാണ്. പക്ഷെ ഫുൾ ടേം ഇല്ല. അതിന്റെ നമുക്ക് എന്തുള്ളൂ? പകുതി ടേമേ ഉള്ളൂ. കാരണം 0, 1, 2, 3 അപ് ടു എന്ത് വരെ ഉള്ളൂ നമ്മുടെ കയ്യില്? n വരെ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ഡിവൈഡഡ് ബൈ 2 എഴുതിയ ലെഫ്റ്റ് സൈഡ്. ഇനി റൈറ്റ് സൈഡ് നമുക്ക് എന്ത് വരും? 2n + 1 C0 അല്ലേ? 2n + 1 C0 എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥം എന്താ? 0 എണ്ണം നമ്മൾ എടുക്കുകയാണെന്നല്ലേ വരിക? 2n + 1 ന്ന് 0 എണ്ണം നമ്മൾ എടുക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ എക്സ്പാൻഷൻ നോക്കാം. എന്തായിരുന്നു അതിന്റെ എക്സ്പാൻഷൻ വരുന്നത്? NC0ന്റെ എക്സ്പാൻഷൻ നോക്കിയാലും മതി. n പകരം 2n + 1 അല്ലേ കിടക്കണേ? 2n + 1
factorial divided by 0 factorial into 2n plus 1 factorial. ശരിയല്ലേ? r factorial ഉണ്ട് n minus r factorial കട്ട് ചെയ്ത് 1 അല്ലേ കിട്ടാൻ പോണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 plus 1023 this is equal to 1024 അല്ലേ? വീണ്ടും ആ 2 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ട, ഈ 2 നമുക്ക് ഓരോന്ന് കട്ട് ചെയ്ത് കളയാം, അതായിരിക്കും ബെറ്റർ. അതായത് 2 റൈസ് ടു 2n പ്ലസ് 1 ഇല്ലേ, ആ പ്ലസ് 1 2 ക്യാൻസൽ ചെയ്തിട്ട് ബാക്കി 2 റൈസ് ടു 2n ഈക്വൽ ടു ഈ 1024 എന്ന് പറഞ്ഞത് 2 പവർ 10 അല്ലേ? ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പവർ 2 ഇൻറ്റു n എന്ന് പറയുന്നത് 10 എന്ന് കിട്ടി, പവർ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ. സോ n ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? n ഈക്വൽ ടു 5 കിട്ടി. സോ ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. If the first three terms in the expansion of a plus b all raised to n എന്ന് പറയുന്നത് 1 തന്നിട്ടുണ്ട്, 24 തന്നിട്ടുണ്ട് and 192 തന്നിട്ടുണ്ട് എങ്കിൽ എയും ബിയും എന്നും കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കണം അല്ലെ. എ പ്ലസ് ബി ഓൾ റൈസ് ടു എന്നിന്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ഓൾ റൈസ് ടു എന്നിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ മൂന്നെണ്ണം ഞാൻ എഴുതുന്നുള്ളൂ കേട്ടാ. എൻ സി 0 എ റൈസ് ടു എൻ പ്ലസ് എൻ സി 1 എ റൈസ് ടു എൻ മൈനസ് 1, അതേപോലെ തന്നെ ബി വരും ആൻഡ് എൻ സി 2 എ റൈസ് ടു എൻ മൈനസ് 2ഉം അതേപോലെ തന്നെ ബി റൈസ് ടു 2ഉം. ഇത്രയാണ് നമുക്ക് വന്നത്. അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ 3 ടേമുകളാണ് നമുക്ക് ഈ തന്നേക്കുന്ന 1, അതേപോലെ 24, 192 എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എൻ സി 0 എ റൈസ് ടു എൻ എന്ന് പറയുന്നത് എത്രയാണ്? 1 അല്ലേ? എന്നാണ് എൻ സി 0 നമുക്ക് എന്തായിരുന്നു? 1 ആയിരുന്നു അല്ലെ? ദാറ്റ് ഈസ് ദിസ് ഇംപ്ലൈസ് എ റൈസ് ടു എൻ എന്ന് പറയുന്നത് 1 ആണ്. ആ ഒരു കാര്യം നമുക്ക് കിട്ടി. എന്റെ പവർ n എടുത്തു കഴിഞ്ഞാൽ അത് 1 ആണെന്നുള്ള കാര്യം കിട്ടി. അടുത്തത് എൻ സി 1 എ റൈസ് ടു എൻ മൈനസ് 1, അതേപോലെ തന്നെ ബി എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് 24 ആണെന്ന് നമുക്ക് കിട്ടി അല്ലെ. അതേപോലെ പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് അല്ലെ, എൻ സി 2 എ റൈസ് ടു എൻ മൈനസ് 2 ബി റൈസ് ടു 2 എന്ന് പറയുന്നത് 192 ആണെന്നും കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലെ. ഈ എ റൈസ് ടു എൻ എന്ന് പറയുന്നത് 1 ആണെങ്കിലേ എ എന്താ? 1 അല്ലേ ആവേണ്ടത്? ഓക്കെ, എ റൈസ് ടു എൻ എന്ന് പറയുന്നത് നമുക്ക് 1 ആണെന്നുണ്ടെങ്കിൽ എ ദിസ് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടി? എ ഈക്വൽ ടു 1 ആണെന്നുള്ള കാര്യം അവിടെ കൺഫേം ആയിട്ട് കിട്ടി. ഓക്കെ, ഇനി ഈ എന്റെ പകരം 1 ഇട്ട് കൊടുത്തിട്ട് ഓരോന്നോരോന്ന് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. ഇതാ എൻ സി 1 എന്റെ വാല്യൂ 1 ഇട്ട് കൊടുക്കാം. അപ്പൊ എൻ സി 1 ബി എന്ന് പറയുന്നത് 24 ആണ്. ഈ എൻ സി 1 എന്ന് പറയുന്നത് എന്താ? n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ അല്ലെ. എൻ സി 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് n ഇൻറ്റു n മൈനസ് 1 അല്ലേ. അപ്പൊ ദാറ്റ് ഈസ് n കിട്ടിയില്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഇൻറ്റു ബി ഈക്വൽ ടു 24 അത് കിട്ടി. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? ഇപ്പൊ n ഇൻറ്റു ബി 24 ആണെന്ന് കിട്ടി, എന്റെ വാല്യൂ 1 ആണെന്ന് കിട്ടി. ഇനി അടുത്തത് എൻ സി 2 അല്ലെ. എൻ സി 2 ഇതുപോലെ എക്സ്പാൻഷൻ നടത്തുക n ഫാക്ടോറിയലിന്റെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? n ഇൻറ്റു കിട്ടും n മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എന്റെ വാല്യൂ നമുക്കത് പോയി, 2 ഫാക്ടോറിയലിന്റെ 2 ആണ് കേട്ടോ. അത് എന്റെ വാല്യൂ 1 ഇട്ട് കൊടുത്തോ, ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 192 കിട്ടിയില്ലേ. ഓക്കെ അല്ലേ. അപ്പൊ 2 ഇക്വേഷൻ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പം നിലവില് നമുക്ക് മൊത്തത്തില് 3 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് അല്ലേ. ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് ഈ എന്നിന് പകരം, അതായത് n ഇൻറ്റു ബിക്ക് പകരം 24 ഇട്ട് കൊടുത്തോടെ നമുക്ക്. ഇവിടെ ബി സ്ക്വയർ ഉണ്ട്, അതിൽ ഒരു എന്നും സോറി n ഒരെണ്ണം എടുക്കാം, പിന്നെ ബി സ്ക്വയർ ഒരു ബി എടുക്കാം. ബാക്കി ആരൊക്കെ ഉണ്ട്? അപ്പൊ n മൈനസ് 1 ഉണ്ട് അല്ലെ. n മൈനസ് 1 ഉണ്ട് ബൈ 2 ഞാൻ അങ്ങനത്തെ എടുത്തത്. ബാക്കി ഒരു ബി, ബാക്കിയുള്ളത് എൻ ബി ഇല്ലേ, അതിന് പകരം 24, ആ 24 ഞാൻ അപ്പുറത്തേക്ക് എടുത്തിട്ട് 192 ഡിവൈഡ് ബൈ 24, ആ എൻ ബി 24 എന്നുള്ളത് ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുത്താണ്. 192 ഡിവൈഡ് ബൈ 24 ഈക്വൽ ടു 8 എന്ന് കിട്ടി. അപ്പോ n മൈനസ് 1 ബൈ 2 ഇൻറ്റു ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 8 ആണെന്ന് കിട്ടിയില്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് എൻ ബി ഈ 2 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തേട്ടാ. എൻ ബി മൈനസ് ബി എന്ന് പറഞ്ഞ് 2 ഇൻറ്റു 8 16 കിട്ടി. ഇതിൽ എൻ ബി എത്രയാ? 24 കണ്ടുപിടിച്ച് വെച്ചേക്കണ്. സോ 24 മൈനസ് 16 എന്ന് പറയുന്നത് ബി ആണെന്ന് കിട്ടി അല്ലെ. ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു 8. അപ്പൊ ബിന്റെ വാല്യൂ 8 കിട്ടി നമുക്ക്. ഇനി അപ്പൊ എന്റെ വാല്യൂ 1 കിട്ടി, ബിന്റെ വാല്യൂ 8 കിട്ടി. എൻ ബി ഈക്വൽ ടു 24 അല്ലേ, അതിൽ ബിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എൻ എന്താ? n ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ എത്രയാ? ബിക്ക് പകരം 8 ഇട്ട് കൊടുക്കുക, വിച്ച് ഇസ് ഈക്വൽ ടു 3 കിട്ടി. അപ്പൊ എന്നിന്റെ വാല്യൂ 3 കിട്ടി. ഇവിടെ ഓർഡർ അനുസരിച്ച് എന്താ കൊടുത്തേക്കണേ? എ ബി എൻ അല്ല. അപ്പൊ എക്ക് പകരം 1,
അതേപോലെ ബിക്ക് പകരം 8. അതേതാ? ഓപ്ഷൻ സി അല്ലേ വന്നേക്കണേ. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് 11th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് ദ ഫോർത്ത് ടേം ഫ്രം ദ എൻഡ് ഓഫ് ദ എക്സ്പാൻഷൻ ആണ് അവിടെ തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫോർത്ത് ഇപ്പം എക്സ്പാൻഷൻ എന്ന് പറഞ്ഞേക്കല്ലേ. എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ പവർ എൻ അല്ലേ വന്നേക്കണേ. എൻ ആണെങ്കിൽ എക്സ്പാൻഷനകത്ത് എത്ര ആൾക്കാരുണ്ടാവും? n+1 ആൾക്കാരുണ്ടാവും അല്ലെ. ശരിയല്ലേ? കാരണം എന്താ? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 2x+1 അല്ലെ. 3 ആൾക്കാരല്ലേ ഉള്ളത്. അപ്പൊ പവർ 2 ആണെങ്കിൽ അതിന്റെ എക്സ്പാൻഷനകത്ത് എക്സ്പാൻഷനകത്ത് എത്ര ആൾക്കാരുണ്ടാവും? 3 ആൾക്കാരുണ്ടാവും. അതേ ഐഡിയ തന്നെ കേട്ടോ. അപ്പൊ ഇവിടെ ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിളിന് 5 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം. എങ്കിലേ അറ്റത്ത് നിന്ന് ഒരു എൻഡിൽ നിന്ന്, സ്റ്റാർട്ടിങ് അല്ല, എൻഡിൽ നിന്ന് രണ്ടാമത്തെ ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോട്ടൽ എണ്ണത്തിൽ നിന്ന് ആ 2 മൈനസ് ചെയ്യാണോ വേണ്ടത്? അല്ലല്ലോ. ആലോചിച്ച് നോക്കിയേ. ലാസ്റ്റിൽ നിന്ന് രണ്ടാമത്തെ ആള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് അപ്പോഴേക്കും രണ്ടാമത്തെ ആളായേക്കാം. അപ്പൊ നമുക്ക് ഒരാളെ മൈനസ് ചെയ്ത് കളഞ്ഞാ പോരെ. അപ്പൊ ലാസ്റ്റിൽ നിന്ന് ആ ഒരാളെ മൈനസ് ചെയ്ത് 4 കിട്ടി. ശരിയല്ലേ? സ്റ്റാർട്ടിങ്ങിൽ നിന്ന് 4ാമത്തെ ആളല്ലേ അയാള്. കണ്ട ആണ്. എൻഡിങ്ങിൽ നിന്ന് രണ്ടാമത്തെ ആൾ എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടൽ എണ്ണത്തിൽ നിന്ന് ആ 2 അല്ല മൈനസ് ചെയ്യേണ്ടത്. ആ എത്ര ആള് ഫ്രണ്ടിലുണ്ടോ അങ്ങോട്ട് മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പൊ അത് മറക്കരുത്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ നമ്മുടെ ഇപ്പൊ ഇവിടത്തെ ഈ കേസിനകത്ത് നമുക്ക് എന്താ വരാൻ പോണേ? അതായത് ഇവിടെ പവർ n അല്ലേ ഉള്ളു. അപ്പൊ ഇതിനകത്ത് എത്ര ടേം ഉണ്ടാവും? n+1 ടേം ഉണ്ടാവും അല്ലെ. n+1 ടേമില് അവിടെ മറ്റത്ത് നിന്ന് 4ാമത്തെ ആള് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രണ്ടിൽ 3 പേരെ മൈനസ് ചെയ്ത് കളയല്ലേ വേണ്ടേ. അപ്പൊ ഫസ്റ്റിൽ നിന്ന്, സ്റ്റാർട്ടിങ്ങിൽ നിന്ന് അയാൾ എത്രാമത്തെ ആളാ? ഫ്രം ദ ബിഗിനിങ് കേട്ടാ. ഫ്രം സ്റ്റാർട്ടിങ്ങിന്ന് അയാള് ഫ്രം സ്റ്റാർട്ട് പൊസിഷനിൽ നിന്ന് അയാൾ എത്രാമത്തെ ആളാണ്? n+1 നമ്മൾ 4ാമത്തെ ആളായ കണ്ട് 3നെ മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി നമുക്ക്? n-2 അല്ലെ. അപ്പൊ n-2th ടേം ആണ് ഈ തന്നിരിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി നമ്മുടെ ജനറൽ ടേം ഓഫ് ദ എക്സ്പാൻഷൻ നമുക്ക് എഴുതാലോ. tr+1. അതില് tr+1 പകരം വേണം n-2 എഴുതാനേ. tr+1 പകരം n+n-2. ഇത് നമ്മുടെ r+1th ടേം ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ r എന്ന് പറയുന്നത് എന്ത് വരും? അതായത് n-2 എന്ന് പറയുന്നത് r+1 ആണ്. സോ r എന്ന് പറയുന്നത് എന്ത് വരും? r is equal to n-2 - 1 എന്ന് പറഞ്ഞാൽ n-3. ഓക്കെ. അപ്പൊ r എന്ന് പറയുന്നത് n-3. അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ ncr അല്ലേ. ncr ന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കുക? n-3 ഉപയോഗിക്കുക. അതേപോലെ a ക്ക് പകരം എന്താണ്? 5th root of 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3^1/5 ആണ് കേട്ടോ 5th root എന്ന് പറയുന്നത്. a⁻n-r. n ന് പകരം n തന്നെയാണ്. n ന് n എടുക്കുക. r ന് പകരം n-3 ഉപയോഗിക്കുക. ശരിയല്ലേ? ഇനി a വേണം അല്ലേ. a ക്ക് പകരം എന്താ? 1/5th root 3 all raised to r. r എന്ന് പറയുന്നത് n-3. ഓക്കെ അല്ലേ? ഇത് നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് ഭംഗിയാക്കി എടുക്കാം. nc(n-3). ഇനി ഇവിടെ വരുമ്പോഴോ 5th root of n ആ നെഗറ്റീവ് ഉള്ളിലേക്ക് കൊടുക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? n ക്യാൻസൽ ആയി പോയിട്ട് 3 മാത്രമായി അല്ലേ. അപ്പൊ 5th root of 3^3. ഇനി ഈ സാധനത്തിന് മുകളിലേക്ക് എടുക്കുമ്പോഴോ 5th root 3 എടുത്തിട്ട് അതിന്റെ പവറിലേക്ക് സത്യത്തിൽ ഒരു നെഗറ്റീവ് അല്ലേ വേണ്ടേ. നെഗറ്റീവ് പവർ മുകളിലേക്ക് പോകുമ്പോ ഞാൻ ആ നെഗറ്റീവ് ഉള്ളിൽ കൊടുത്തിട്ട് ഇതിനെ 3 - n എന്നാക്കി. ഇനി രണ്ടും സെയിം അല്ലേ ബേസ്. അപ്പൊ നമ്മൾ പവറുകൾ തമ്മിൽ എന്ത് ചെയ്യാ? ആഡ് ചെയ്യാ. എന്ന് പറഞ്ഞാൽ nc(n-3) പിന്നെ 3 ഉണ്ട് 5th root raised to 6 - n. ഈ 5th root എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പവർ 1/5 അല്ലേ. അപ്പൊ എനിക്ക് അതിനെ nc(n-3) 3 raised to എന്തെന്ന് എഴുതാം? 6 - n/5 എന്ന് എഴുതിക്കൂടെ? കുഴപ്പമില്ലല്ലോ. ഇതെങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാലേ അവിടെ നോക്കിയേ ദിസ് ഈസ് ഈക്വൽ ടു, അതായത് അതെന്ന് പറയുന്നത് എത്രയാ? 120 × 3 raised to -4/5 അല്ലേ. ഇപ്പൊ കാര്യം മനസ്സിലായി? അവിടെ ഒരു 3ന്റെ പവർ ഉണ്ട് അല്ലേ. രണ്ടും ഈക്വൽ ആണെന്നല്ല പറഞ്ഞേക്കണേ. അപ്പൊ 3ന്റെ പവറും ഈക്വൽ അല്ലേ. എന്ന് പറഞ്ഞാൽ 6 - n / 5 = -4/5 അല്ലേ. ആ 5 ക്യാൻസൽ ആയി പോയിട്ട് this implies n is equal to 6 × 4 = 10. So option C is the answer. ക്വസ്റ്റ്യനിലേക്ക് പോവാം. 12th പ്രോബ്ലത്തിൽ പോവാം. അടുത്ത പ്രോബ്ലം ചെയ്യുന്നതേ നമ്മൾ എക്സ്പാൻഷൻ തന്നെ ചെയ്യാൻ ഇൻഡു ചെയ്തിരുന്നിട്ട്, അതായത് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 1 + 3x raised to 5 അല്ലേ. അതേപോലെ 1 - x raised to 6 അല്ലേ. നമ്മൾ ഈ രണ്ടെണ്ണത്തിന്റെ എക്സ്പാൻഷൻ ഒന്ന് ജസ്റ്റ് എഴുതാം നമുക്ക്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5c0 a വേണ്ട, നമുക്ക് b ഇല്ല, പ്ലസ്
5c1 a ഉണ്ടാവില്ല, എന്റെ വാല്യൂ 1 അല്ലേ, അപ്പൊ വെറുതെ എഴുതേണ്ട കാര്യം 3x പ്ലസ് 5c2 3x² പ്ലസ് 5c3 3x റൈസ് ടു 3യും അതേപോലെ പ്ലസ് 5c4 3x റൈസ് ടു 4ഉം ലാസ്റ്റ് വൺ 5c5 3x റൈസ് ടു 5. ഓക്കെ അല്ലേ? ഇൻറ്റു എന്ത് വരും രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ 6c0 എന്റെ ഭാഗം വേണ്ട, ബിയൂല മൈനസ് ഒന്നരാടം വിട്ട് നെഗറ്റീവ് ഇടണം കാരണം 1 മൈനസ് എക്സ് 6c1 എക്സ് വരും പ്ലസ് 6c1 എക്സ് സ്ക്വയർ 6c2 എക്സ് സ്ക്വയർ വരും മൈനസ് 6c3 എക്സ് റൈസ് ടു 3 വരും അതേപോലെ പ്ലസ് 6c4 എക്സ് റൈസ് ടു 4 വരും മൈനസ് 6c5 എക്സ് റൈസ് ടു 5 വരും പ്ലസ് 6c6 എക്സ് റൈസ് ടു 6 വരും. ഇത്രയല്ല നമ്മുടെ ടേം ഇൻഡു ചെയ്യേണ്ടത്. ഇതിലേ നമുക്ക് വേണ്ടത് എക്സ് റൈസ് ടു 10ന്റെ കോഎഫിഷ്യന്റ് അല്ല. അപ്പൊ ഇതിനകത്ത് നിന്ന് എക്സ് റൈസ് ടു 10 കിട്ടണമെങ്കിൽ ആരൊക്കെ വേണം? പവറുകൾ എക്സിന്റെ പവർ 1 ആണെന്നുണ്ടെങ്കിൽ എക്സിന്റെ പവർ 9 വേണം. എന്നാലല്ലേ ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടാ. കാരണം ടേംസ് ഇൻഡു ചെയ്യുമ്പോൾ പവറുകൾ നമ്മൾ ആഡ് അല്ല ചെയ്യാ. ഇവിടെ ഇവര് തമ്മിൽ ഇൻഡു അല്ലേ. അപ്പൊ നമുക്ക് ഈ 1ന്റെ കൂടെ 9ഉം ഇല്ല, 2ന്റെ കൂടെ 8ഉം ഇല്ല, 3ന്റെ കൂടെ 7ഉം ഇല്ല, പക്ഷെ 4ന്റെ കൂടെ 6 ചേർക്കാൻ പറ്റൂ അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതൊക്കെ ടേം നോക്കിയേ. മുകളിലത്തെ ടേമില് ഒരു 5c4ഉം അതേപോലെ തന്നെ 3x റൈസ് ടു 4ഉം കണ്ട, അവിടെ x റൈസ് ടു 4 വന്നു. അപ്പൊ രണ്ടാമത്തേല് x റൈസ് ടു 6 ഉള്ള ടേം ഉണ്ടല്ലോ, അത് ചെയ്യ്. ഇത് ഇരുന്നല്ല ഇൻഡു ആണ്, രണ്ടുപേരും പോസിറ്റീവ് ആയതുകൊണ്ട് ഇൻഡു 6c0 x റൈസ് ടു 6. അപ്പൊ ആ പവറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടിയത് കണ്ട. ഇത് നമ്മൾ ഇൻഡു ചെയ്യണം. അപ്പൊ അവിടെയും നമുക്ക് x റൈസ് ടു 10ന്റെ ഒരു ടേം കിട്ടും. വേറെ ടേം ഉണ്ടോ നോക്കിയേ, 5 5, അതായത് മുകളിലത്തെ ടേമിന്റെ 5 താഴത്തെ ടേമിന്റെ 5. പക്ഷെ അതിൽ ഒരെണ്ണം ഇത് പോസിറ്റീവാ അല്ലെ, പക്ഷെ ഈ അടിഭാഗത്തെ നെഗറ്റീവ് അല്ലേ, അപ്പൊ മൊത്തത്തിൽ നമുക്ക് നെഗറ്റീവാ വരാൻ പോണേ കേട്ടാ. ഇൻഡു ചെയ്യുമ്പോൾ എന്താ 5c5 3x റൈസ് ടു 5 അതേപോലെ തന്നെ ഇൻഡു 6c5 x റൈസ് ടു 5. ഇതാണ് നമ്മളുടെ രണ്ടെണ്ണത്തിന്റെയും ടേമില് x റൈസ് ടു 10ന്റെ കോഎഫിഷ്യന്റുകൾ. അപ്പൊ രണ്ടെണ്ണത്തിന്റെയും ഈ നമ്പേഴ്സ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് സോൾവ് ചെയ്തെടുക്കുക വേണ്ടു. സോൾവ് ചെയ്തെടുത്താലോ 5c4 3 റൈസ് ടു 4 അതേപോലെ തന്നെ ഇൻഡു 6c0 ഉണ്ട്, x റൈസ് ടു 4ഉം x റൈസ് ടു 10ഉം കൂടി ചേർത്ത് അല്ല 4ഉം 6ഉം കൂടി ചേർത്ത് x റൈസ് ടു 10 ആയി, മൈനസ് 5c5 ഉണ്ട്, പിന്നെ ഇൻഡു 3 റൈസ് ടു 5 ഉണ്ട്, പിന്നെ 6c5 ഉണ്ട്, പിന്നെ x റൈസ് ടു 10 ഉണ്ട്. നമുക്ക് കോഎഫിഷ്യന്റ് മാത്രം പോരെ. അപ്പൊ ഞാൻ x റൈസ് ടു 10 അടുത്ത സ്റ്റെപ്പിൽ നിന്ന് ഒഴിവാക്കുവേ. അപ്പം ഈ 6c0 എന്ന് പറയുമ്പോൾ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എന്താ വരാൻ പോണേ 6 മൈനസ് 6 അല്ലേ, അപ്പൊ അത് 1 ആയി പോയില്ലേ. എന്ന് പറഞ്ഞാൽ 5c4 3 റൈസ് ടു 4 വരും ഈ ഭാഗത്തുനിന്ന്. അതേപോലെ അപ്പുറത്ത് 5c5 ഉണ്ട് 6c5 ഉണ്ട് അല്ലെ. 5c5 എന്ന് പറഞ്ഞാൽ എന്താ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ ഇൻറ്റു എന്താ 5 ഫാക്ടോറിയൽ അല്ലെ. എന്ന് പറഞ്ഞാൽ അത് 1 അല്ലേ. അതേപോലെ 6c5 എന്ന് പറയുമ്പോ 6c5 എന്ന് പറയുന്നത് ഇതേ ഐഡിയയിൽ നമ്മൾ ചെയ്യുമ്പോൾ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ താഴെ എന്താ വരാ 1 ഫാക്ടോറിയലും 5 ഫാക്ടോറിയലും. അപ്പൊ നമുക്കിവിടെ 6 എന്നാ കിട്ടാൻ പോണേ അല്ലെ. 6 ഇൻറ്റു 3 റൈസ് ടു 5 അല്ലേ ആ നമ്പറുകൾ. അപ്പൊ നോക്കിയേ 3 റൈസ് ടു 4 കോമൺ അല്ലേ, അത് ഞാൻ പുറത്തേക്ക് എടുത്തു. എന്ന് പറഞ്ഞാൽ 5c4 മൈനസ് 6 എഴുതാം അല്ലെ. ഈ 5c4 എന്ന് പറഞ്ഞാൽ എന്തെന്നാ ഒരു 3യും കൂടി വരും അല്ലെ അവിടെ, കാരണം 3 റൈസ് ടു 5 ഉണ്ട് അല്ലെ. ആ 5c4 എന്ന് പറഞ്ഞാൽ എത്രയാ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 1 ഫാക്ടോറിയൽ. അപ്പൊ 5 അല്ലേ വരാൻ പോണേ. അപ്പൊ 5 മൈനസ് 18 അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 81 ഇൻറ്റു 5 മൈനസ് 18 എന്ന് പറയുമ്പോൾ മൈനസ് 13 അല്ലേ. എന്ന് പറഞ്ഞാൽ അതിന്റെ ആൻസർ 1053. 1053 1053. ആ നെഗറ്റീവ് ഉണ്ടാവേ. അപ്പോ ഓപ്ഷൻ ഡി അല്ല അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദ മിഡിൽ ടേം ഓഫ് ദ സീക്വൻസ് പോട്ടെ, ഈ മിഡിൽ ടേം ഓഫ് ദ എക്സ്പാൻഷൻ നമുക്ക് എത്ര തന്നിട്ടുണ്ട് 8 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 4 ഫാക്ടോറിയൽ റൈസ് ടു സ്ക്വയർ എന്നുള്ളത്. അപ്പൊ നോക്കിയേ 2n അല്ല പവർ വന്നേക്കണേ അതിനകത്ത്. അപ്പൊ എക്സ്പാൻഷനകത്ത് എത്ര ടേം ഉണ്ട് 2n + 1 ടേംസ് ഉണ്ട് അല്ലെ. എങ്കിൽ അതിന്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് എന്താ, അതായത് നമ്മളിപ്പോ ഇങ്ങനെ നോക്കിയേ x + 1 ഹോൾ സ്ക്വയർ വിചാരിക്കുക, എങ്കിൽ അതിൽ എത്ര ടേം ഉണ്ട് 3 ടേം ഉണ്ട് അല്ലെ. മിഡിൽ ടേം എന്ന് പറയുന്നത് എത്രാമത്തെ രണ്ടാമത്തെ അല്ലേ.
അപ്പൊ എക്സ്പാൻഷനിൽ 3 ആൾക്കാരുണ്ടെങ്കിൽ മിഡിൽ ടേം കണ്ടുപിടിക്കുന്നത് 3 + 1 ഡിവൈഡഡ് ബൈ 2 ആ. അപ്പൊ അതേപോലെ നമുക്ക് ഇവിടെയും ചെയ്തൂടെ? എന്താ 2n + 1 ടേംസ് അതിനകത്ത് ഉണ്ട് എക്സ്പാൻഷനകത്ത്. അതിന്റെ മിഡിൽ ടേം എങ്ങനെ കണ്ടുപിടിക്കുക? ഡിവൈഡ് ബൈ 2 അല്ലെ? എന്ന് പറഞ്ഞാൽ 2 × n + 1 ഡിവൈഡ് ബൈ 2 കട്ട് ചെയ്ത് കഴിയുമ്പോൾ n + 1 കിട്ടും. അപ്പൊ നമുക്ക് മിഡിൽ ടേം ഈസ്, അപ്പൊ മിഡിൽ ടേം എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആണ്? n + 1th ടേം ആണ് മിഡിൽ ടേം. n + 1th ടേം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എക്സ്പാൻഷൻ എഴുതി കൂടെ? അതായത് t r + 1 ന് പകരം n + 1 വേണം. ഏതാണ്? r + 1 ന് പകരമാണ് n + 1. അപ്പൊ r ന് പകരം എന്ത് ഉപയോഗിക്കാം? n ഉപയോഗിക്കാം. ഓക്കെ, tr + 1 = ncr എന്നുള്ളത് നമുക്ക് എന്താ? n ന് പകരം ഇവിടെ എന്താ ഉള്ള പവർ? 2n അല്ലേ? 2n c. r ന് പകരം എന്ത് ഉപയോഗിക്കുക? n ഉപയോഗിക്കുക. ഇനി നമ്മളുടെ ടേംസ് ആരൊക്കെയായിരുന്നു? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് a⁻n - r അല്ലേ? ഇവിടെ a ക്ക് പകരം എന്താ കിടക്കണത്? 3a/2 അല്ലേ? 3a ഡിവൈഡഡ് ബൈ 2 റൈസ് ടു n - r. n ന് പകരം ഇവിടെ ആരാ? 2n. r ന് പകരം ആരാ? n. ശരിയായില്ലേ? ഇനി അടുത്തതോ b ന്റെ ടേം എന്താ? -2/3a അല്ലേ? റൈസ് ടു r. r ന് പകരം n. കറക്റ്റ് അല്ലേ? അതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിനൊന്ന് ഭംഗിയാക്കി എടുക്കാം. സോ 2n ഇതോ 3a/2 റൈസ് ടു n വരും. ആ -1 ഓൾ റൈസ് ടു n ഞാൻ എടുത്തു. ദെൻ 2/3a റൈസ് ടു n. ഇത് നോക്കിയേ, രണ്ടുപേരും റെസിപ്രോക്കൽ അല്ലേന്ന്? അത് ക്യാൻസൽ ആയി പോയി കട്ട് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ വാല്യൂ എത്രയെന്നാ പറഞ്ഞേക്കണേ? 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ ഹോൾ സ്ക്വയർ. ശരിയല്ലേ? നമുക്ക് ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ആ -1 ഓൾ റൈസ് ടു n അവിടെ കിടക്കട്ടെ. കാരണം എന്താ വെച്ചാൽ ഈക്വൽ ടുന്റെ അപ്പുറത്ത് നമുക്ക് നെഗറ്റീവ് ഇല്ലല്ലോ. അപ്പൊ മേ ബി n ചിലപ്പോൾ ഒരു ഈവൺ നമ്പർ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നെഗറ്റീവ് അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞ കേട്ടാ. അപ്പൊ 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n എന്ന് പറയുമ്പോൾ 2ncn എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാ? 2n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2n - n എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ഇൻറ്റു n ഫാക്ടോറിയൽ അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ സ്ക്വയർ അല്ലേ? ഒന്ന് കമ്പയർ ചെയ്തേ, എത്ര കിട്ടിയേ? n ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി കമ്പയർ ചെയ്യുമ്പോ? ഡിനോമിനേറ്റർ നോക്കൂ, അല്ലെങ്കിൽ വേണ്ട ന്യൂമറേറ്റർ നോക്ക്. 2n ഫാക്ടോറിയൽ ഈക്വൽ ടു 8 ഫാക്ടോറിയൽ. സോ n ഈക്വൽ ടു 4 ആൻസർ. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. 14/1 an approximate value of 0.98 raised to 4 അല്ലെ? അപ്പൊ നമുക്ക് 0.98നെ നമുക്ക് എളുപ്പമുള്ള റൈസ് ടു 4 ഏതെങ്കിലും ഫസ്റ്റത്തെ 3 എക്സ്പാൻഷൻ എടുത്താൽ മതിയെ. 0.98നെ എനിക്ക് ഇങ്ങനെ എഴുതി കൂടെ? 1 - 0.02 റൈസ് ടു 4 എന്ന്. ഇപ്പൊ നമ്മളുടെ a - b യിൽ എക്സ്പാൻഷൻ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? അത് nc0, അതായത് 4c0. ന്റെ ആവശ്യമില്ല, a1 ആണ്. അടുത്തത് -4c1 a ഇല്ല, 0.02 പ്ലസ് 4c2 0.02 ന്റെ സ്ക്വയർ. പോരെ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടേം ഉപയോഗിക്കാൻ അവർ പറഞ്ഞിട്ടുള്ളൂ നമ്മളോട്. അപ്പൊ 4c0 എന്ന് പറയുന്നത് 1 മൈനസ് 4c1 എന്ന് പറയുന്നത് 4 × 0.02 പ്ലസ് 4c2 എന്ന് പറയുന്നത് എന്താ? 6 × 0.00 3 0 ഇട്ടിട്ട് then 4. ഇതിന്റെ ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് 0.9224. ഓക്കെ, സോ ഓപ്ഷൻ എന്ത് കിട്ടി നമുക്ക്? ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. അപ്പൊ നോക്കാം, ഇപ്രാവശ്യം നമ്മൾ 14 ക്വസ്റ്റ്യൻ ആണ് ചെയ്തേക്കണേ. അല്ലാണ്ട് തന്നെ വീഡിയോ നല്ല ലെങ്തി ആയിട്ടുണ്ട്. അപ്പം സ്കിപ്പ് ചെയ്യാണ്ട് പരമാവധി നോക്കുക. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ അത് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടേതായ രീതിയിൽ സോൾവ് ചെയ്തിട്ട് ആൻസർ നോക്കി നോക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്തായാലും കവർ ചെയ്യാം. ഞാനിപ്പോ ഇത് ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. അതായത് പ്രീവിയസ് ഇയർ മോഡലിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കുക, ഇക്വേഷൻസ് പഠിക്കുക. ആകെ കുറച്ച് ഇക്വേഷനെ പഠിക്കാനുള്ളൂ. ഇനി അഥവാ ആർക്കെങ്കിലും ഇതിന്റെ ഇനിയും ക്വസ്റ്റ്യൻസോ ആൻസറോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വല്ല സെക്കൻഡറി മെയിൽ, അതായത് അങ്ങനെയുള്ള മെയിൽ ഉണ്ടാവില്ലേ, ഒഫീഷ്യൽ അല്ലാത്തത്. കാരണം ഇതൊരു സോഷ്യൽ മീഡിയയിൽ ഇടാനാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതിനകത്തേക്ക് ഏതാ ചാപ്റ്റർ വേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ ആൻസർ കീയും ഇതും മെയിൽ അയച്ചുതരാം. ഇനി അതല്ല എങ്കിൽ എന്റെ മെയിൽ ID അതിനകത്ത് ഉണ്ടാവും, വീഡിയോയിൽ ഉണ്ടാവും, ഏതെങ്കിലും വീഡിയോയിലൊക്കെ ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾ നോക്കിയിട്ട് മെയിൽ ചെയ്യോ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്. ഓക്കെ, താങ്ക് യു.